ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ കാണുന്ന റിസൾട്ട് കണ്ട് ശരിക്കും ഞെട്ടും. അത്രയും നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് നിങ്ങൾക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ, അതായത് സോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുക, ഫേസ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യുക. ഒറ്റ യൂസിൽ തന്നെ മുഖം നല്ല നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഒറ്റ യൂസിൽ തന്നെ ഈ കാണുന്ന പോലത്തെ റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത്, റൈറ്റ് ഹാൻഡിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ച പച്ചരി ഉണ്ടല്ലോ, പച്ചരി ഇതേപോലെ നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. സാധാരണ നമ്മൾ ദോശമാവെല്ലാം ഉണ്ടാക്കൂലേ, അതേപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒട്ടും തന്നെ അതിൽ തരി ഉണ്ടാവാൻ പാടില്ല, അരിൻ്റെ തരി ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരി 8 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇത് അടിച്ചെടുക്കേണ്ടത്. സാധാരണ ദോശമാവിനെല്ലാം അടിച്ചെടുക്കുന്നത് പോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് അരിപ്പയിലല്ലാണ്ട് തുണിയിൽ കൂടി നിങ്ങൾ അരിച്ചെടുക്കുക എന്നാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, ഒട്ടും തരിയില്ലാണ്ട്. പിന്നെ ഓരോരുത്തരുടെ മിക്സീൻ്റെ പവർ അനുസരിച്ചിട്ട് നല്ല ഫൈൻ മഷി പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരിതരിപ്പുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമെല്ലാം അരിച്ചെടുക്കണം കേട്ടോ, ഒട്ടും തരി ഉണ്ടാവരുത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡോവിൻ്റെ സോപ്പാണ്. ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതിയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണോളം ഇതേപോലെ ചിരകി എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഡോവിൻ്റെ സോപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചിരകി എടുക്കുക. ഇങ്ങനെയുള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ചിരകി എടുത്താൽ ഈസി ആയിട്ട് കിട്ടും. അതിന് ശേഷം അത് നമ്മുടെ ആ ഒരു അരിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഡോവിൻ്റെ സോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ സോപ്പ് യൂസ് ചെയ്യാവാന്നെല്ലാം ചോദിക്കാറുണ്ട്. ഡോവിൻ്റെ സോപ്പ് തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ക്രീം പോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോപ്പും ആ ഒരു അരിമാവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് അരിപ്പൊടിയിലുള്ള ആ തരിതരിപ്പ് ഇല്ലാണ്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് ഡോവിൻ്റെ സോപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് ഈ ഒരു പരുവാവൂലേ, നമ്മൾ എന്താ പറയുക, ഒരു കുട്ടിയൊക്കെ കുറുക്കലുണ്ടാക്കുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്താളിയാ. എന്നിട്ട് പാത്രത്തിൻ്റെ ചൂട്ടിൽ ആ ഒരു ചൂട് വെച്ചിട്ട് ബാക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു ക്രീമി കൺസിസ്റ്റൻസിയായ ഈ ഒരു സമയത്ത് ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ബാത്റൂമിൽ സൂക്ഷിക്കാം. എപ്പോൾ നിങ്ങൾ മുഖം കഴുകുമ്പോഴും കുളിക്കുമ്പോഴെല്ലാം സോപ്പിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്താൽ ശരീരത്തിലുള്ള മുഖത്തുള്ളിയും കറുത്ത പാടുകളും വരെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് ശരീരവും മുഖം എല്ലാം കഴുകിയെടുത്തതിന് ശേഷം നന്നായി മുഖത്ത് ശരീരത്തിലെല്ലാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് ഇത് സോപ്പ് നമ്മൾ ഈ അരിപ്പൊടിയിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ ഡ്രൈ ആയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ബോഡിയിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. അതേപോലെ ഫേസിലാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എല്ലാം വെച്ചിട്ട് കഴുകിക്കളയാം. ആ ഒരു സമയത്ത് നമ്മൾ കഴുകുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലോ ശരിക്കും നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ഗ്ലോ ആയിരിക്കും. പിന്നെ ഡോവിൻ്റെ സോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര നല്ലൊരു സോപ്പാണ്. നമ്മളെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആവും അത് യൂസ് ചെയ്താൽ. പക്ഷേ ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്താൽ അതിന് ഡബിൾ റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിലെല്ലാം ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും ഈ കറുപ്പടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ആ ഒരു കറുപ്പ് ഒഴുകി പോകുന്നത് പോലെ നല്ലൊരു ക്ലിയർ ആവും. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇത് നന്നായി തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. ഞാൻ പറഞ്ഞാൽ ഇത് ഡ്രൈ ആവില്ല, സോപ്പ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടൂല. അതുകൊണ്ട് ഒരു 20 മിനിറ്റ് വെച്ചതിന് മിനിമം 20 മിനിറ്റ് അല്ല മാക്സിമം ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം. എന്നിട്ട് ഇത് കഴുകിക്കളയാം.
അപ്പോൾ ഇതൊരു 20 മിനിറ്റിന് ശേഷം ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആവുന്നില്ല, ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകുക. അത് നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാകുമ്പം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മുഖം ഡള്ളായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും മുഖം നല്ലോണം തിളങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്താ പറയുക, ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഉണ്ടാക്കി വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു 7 ദിവസമല്ലോ ഇത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ആ ഒരു സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് കാണിച്ചു തരാം. നല്ലൊരു ഗ്ലോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു റിസൾട്ട് ശരിക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും, 2 കൈയും വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്, നിറവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇത് ഫുൾ ബോഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. ഈ കഴുത്തിൻ്റെ അടുത്തുള്ള കർപ്പൂരം, കക്ഷത്തിലുള്ള കർപ്പൂരം ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.